ഹലോ കൂട്ടുകാരെ, ക്യുസീൻസ് ഓഫ് ഇന്ത്യയുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വറുത്തരച്ചതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 2 ബ്രിഞ്ചാളാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളത്തിലാണ് നമ്മൾ അരിയുന്നത്. അതിൻ്റെ കറ പോകാനായിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇത് അരിയുന്നത്. അതുപോലെ നമ്മളിവിടെ കുറച്ച് കരിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇഞ്ചി ചോപ്പ് ചെയ്തതാണ്. 1 കപ്പ് തേങ്ങ, ഷ്രെഡഡ് തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിവിടെ മല്ലിപ്പൊടി ഏകദേശം 1/2 ടേബിൾ സ്പൂണും അതുപോലെ പച്ചമല്ലി നമ്മൾ 1/2 ടേബിൾ സ്പൂണും ഇവിടെ എടുക്കുന്നുണ്ട്. പച്ചമല്ലി ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്രഷ്നെസ് കിട്ടും നമ്മുടെ കറിക്ക്, അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ പച്ചമല്ലി ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ 2 സവോള എടുക്കുന്നുണ്ട്. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളിയാണ് ഏറ്റവും നല്ലത് തീയലിന്. 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ജീരകം, അതുപോലെ 4-5 വറ്റൽ മുളക് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. കടുക് 1/2 ടീസ്പൂൺ, പച്ചമുളക് 3-4 എണ്ണം. ഇത് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. എരിവിൻ്റെ ഭാഗത്തിന് നമുക്ക് പച്ചമുളക് ഇവിടെ എടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസ് ഓൺ ആക്കുക, പാൻ വെക്കുക. അതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തേങ്ങ നമുക്കിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം തീ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. സോ ഇവിടെ നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഇട്ട് ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുകയാണിത്. ഇവിടെ നമുക്ക് മല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം പെട്ടെന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മുളക് പൊടിയും കൂടി ഇട്ട് ഇനി നമുക്ക് ഇതും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി നമുക്കെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇതൊന്ന് ആറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ആറി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ബ്രിഞ്ചാൾ വഴറ്റിയെടുക്കാം. ബ്രിഞ്ചാൾ ഇട്ടതിന് ശേഷം ഇവിടെ സവോളയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇവിടെ നമ്മൾ ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം. അതുപോലെ ഇവിടെ നമുക്ക് പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം വഴറ്റിയെടുക്കണ്ട. ബ്രിഞ്ചാൾ വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോകാതെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ കുറച്ച് ഉപ്പേ ആഡ് ചെയ്തുള്ളൂ. ബാക്കി കറിയൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഇപ്പം നമ്മുടെ തേങ്ങ ആറി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടെടുത്ത് അടിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്ത് ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അരച്ച് ഒരു പേസ്റ്റാക്കി ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ കടുക് പൊട്ടിച്ച് നമ്മൾ ഒലത്തിയെടുത്ത ബ്രിഞ്ചാളിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ ഒലത്ത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് മാറ്റാം. ഇവിടെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പേസ്റ്റ് ഇനിയിപ്പോൾ ആഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങാ പേസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ചൂടാക്കി ആ മിക്സിയുടെ ബൗളിൽ ഒഴിച്ച് അതൊന്ന് ക്ലീൻ ആക്കി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു. അതിനുശേഷം ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മൾ പുളിയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയമായി. ഇവിടെ നമുക്ക് പുളിയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ അരപ്പ് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് ഇത് ചാറ് പോലെ ഒരു കറിയാക്കി എടുക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പം ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പം നമ്മുടെ വഴുതനങ്ങ വറുത്തരച്ചത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതേതായാലും അടിപൊളി ഒരു റെസിപ്പിയാണ്. നമ്മുടെ പുളിവെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ വറുത്തരച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് അടിക്കുക. എല്ലാവർക്കും വലിയൊരു നന്ദി.